ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ്, ലാലേട്ടൻ വന്ന എപ്പിസോഡ്. ഇന്ന് ലാലേട്ടൻ സംസാരിക്കാൻ കുറേയധികം സാധനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹോട്ടൽ ഒരു പരാജയമായിരുന്ന സ്ഥിതിക്ക് ലാലേട്ടൻ സംസാരിക്കാൻ കുറേ കാരണങ്ങളുണ്ടല്ലോ. അതുമായിട്ടാണ് ലാലേട്ടൻ തുടങ്ങിയത്. ഗസ്റ്റുകളെ ആദ്യം, അതായത് വന്ന ഗസ്റ്റുകൾ വീഡിയോ കോൺഫറൻസിൽ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദ്യം അകത്തിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക് എന്ന്. ഒരു സൂപ്പർ ടാസ്ക്കാന്ന് പറയുന്നു. ഗസ്റ്റൊക്കെ ഹാപ്പി ആയിട്ടാണ് പോയെന്ന് പറയുന്നു. അങ്ങനെ ഗസ്റ്റുകൾ പറയുന്നു. അതിൽ സാബുമാനാണ് വിറ്റ്. സാബുമാൻ പറയുന്നു ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു ലോഡ്ജിന് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്തൊരു ഹോട്ടലായിട്ടാണ് സാബുവിന് ഫീൽ ചെയ്തത് എന്ന് സാബു പറയുന്നു. അങ്ങനെ അത് പൊളിയുന്നു. പിന്നെ ശ്വേത ചേച്ചി വരുന്നു. ശ്വേതയും ആവശ്യത്തിലേറെ കൊടുക്കുന്നു. അതായത് അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് പവർ ടീം ഓണേഴ്സ് അവിടെ എന്താണ് കാണിച്ചത്? ഒരു സ്ഥാപനം എങ്ങനെ പൂട്ടിക്കുക? സ്വന്തം ഹോട്ടലല്ല, ഇങ്ങനെയൊക്കെ കാണിക്കുമോ? ഹോട്ടൽ എങ്ങനെ പൂട്ടാം എന്നാണ് അവർ നോക്കിയത്. അതായത് ജോലിക്കാരോട് പോലും വിശ്വാസമില്ല, ജോലിക്കാർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല. മൊത്തത്തിൽ പരാതികളാണ് ആ ഒരു നമ്മളുടെ ഓണേഴ്സിനെ പറ്റിയിട്ട്. അപ്പം ഓണേഴ്സിന് ഇന്ന് വയറ് നിറച്ച്, ഇന്നിനി രാത്രി അവർ ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിലേറെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ വാങ്ങിച്ച് റെസ്റ്റ് എടുക്കുക. അതിൽ പ്രത്യേകിച്ച് റസ്മിനാണ് കിട്ടിയത്. റസ്മിൻ ഒരു മഞ്ഞക്കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ വട്ടം. രണ്ടാമത്തെ വട്ടമാണ് ബിഗ് ബോസ് ഹൗസിൽ യെല്ലോ കാർഡ് കാണിക്കുന്നത്. ഈ വട്ടം യെല്ലോ കാർഡ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു അടിക്കേസ് ഉണ്ടല്ലോ, റസ്മിൻ തല്ല് കേസ്, ആ ഒരു തല്ല് കേസിനാണ് കിട്ടിയത്. ജാസ്മിൻ പറയുന്നു എനിക്ക് തല്ലിയതിലൊന്നും ഒരു വിഷയമില്ല, പക്ഷേ എൻ്റെ റസ്മിൻ തല്ലിയതിലാണ് എനിക്ക് വിഷയം. അവൾ അടിച്ചതല്ല, വേദനിച്ചത് എൻ്റെ ഹൃദയം, ഇവിടെയാണ് വേദനിച്ചത് എന്ന് പറയുന്നു. കാരണം അവരങ്ങനെ ചങ്കുമായിരുന്നല്ലോ ഗബ്രി പോകുന്നത് വരെ. ഗബ്രി പോയി കഴിഞ്ഞിട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പാവൻ നോറ, എന്ത് വന്നാലും നോറയുടെ തലയ്ക്കാണ്. ഈ തവണ നോറയുടെ തലയ്ക്കാണ് കിട്ടിയിട്ടുണ്ട്. അപ്പം നോറയ്ക്കും അഭിഷേകിനും ഉള്ളൂ കുറച്ചവിടെ കിട്ടാതിരുന്ന രണ്ടാളുകൾ. ബാക്കി റസ്മിനും അൻസിബയ്ക്കും ശരിക്കും വയറ് നിറച്ച് കിട്ടുന്നുണ്ട്. സീരിയസ്ലി അൻസിബ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കാരണം അൻസിബ മറ്റേ ഋഷിയെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഋഷിയെ മുന്നിൽ നിർത്തി കളിക്കുന്ന ആളാണ് അൻസിബ. അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ലാലേട്ടൻ്റെ നിന്ന് കിട്ടി, സാബുമാൻ്റെ നിന്ന് കിട്ടി, എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വേറെ ആവശ്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും HR നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋഷി ഒരു നമ്മുടെ ഓണേഴ്സിൻ്റെ പപ്പറ്റാണെന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു. സംസാരമല്ല, അത് ഒറിജിനൽ സാധനമാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം അത് അവിടെ സംസാരിക്കുന്നു, യെല്ലോ കാർഡ് കൊടുക്കുന്നു, പിന്നൊരു എവിക്ഷൻ. എനിക്ക് തോന്നുന്നത് 9ാം ആഴ്ച തീരാറായിട്ടും വീട് നിറച്ച ആളുകളാണ്. കഴിഞ്ഞ സീസണിൽ 9ാം ആഴ്ച ആയപ്പോഴത്തേക്കൊന്ന് ഒതുങ്ങി. ഇതിൽ 6 വൈൽഡ് കാർഡ് വന്ന പിന്നെ സിജോ കയറി, അപ്പോഴത്തേക്ക് വീട് നിറഞ്ഞു. ഇതുവരെ ആരും പുറത്തോട്ട് വിടുന്നില്ല. ഈ വീക്ക് ഒരു 3 പേരെങ്കിലും കുറഞ്ഞത്. അതായത് നാളെ 2 പേരെ വിടുക. ഇന്നൊരാൾ പോയിട്ടുണ്ട്. ഇന്ന് പോയത് ശരണ്യ ഓൾറെഡി പല എവിക്ഷനിലും ബോർഡർ ലൈനിലാണ് നിന്നത്. ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു എവിക്ഷൻ ആയിരുന്നു. നന്ദനയുടെ കൂടെ, അതായത് വൈൽഡ് കാർഡായിട്ട് വന്ന നന്ദനയുടെ കൂടെ നിന്നിട്ട് ശരണ്യ പുറത്ത് പോന്നു. പോട്ടെ, വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. കുറച്ച് കാലം പവർ ടീമിലൊക്കെ നിന്ന് പിടിച്ചു നിന്നതല്ലേ. എന്തായാലും പോയല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയുള്ള 6 പേരുണ്ട്. ആ 6 പേരിൽ ആരൊക്കെ നാളെ പുറത്ത് പോകും എന്നാണ് അറിയേണ്ടത്. അതിൽ ശ്രീരേഖ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ശ്രീരേഖ ആക്ടിങ്ങിൽ കുറേ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഗെയിമിലൊന്നും വലിയ പെർഫോമൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ശ്രീരേഖ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ശ്രീരേഖയുടെ കൂടെ ഒരാളും കൂടി പോകണം. അതാര് എന്നുള്ളതാണ് ചോദ്യം. അതാരായിരിക്കും പോകേണ്ടത് ആണ് നിങ്ങൾ. ഇനിയിപ്പോൾ ഇതിനകത്ത് ശ്രീതു ഉണ്ട്, ജിൻഡോ പോകത്തില്ല, സിജോ ഉണ്ട്, പിന്നെ ശ്രീരേഖയുണ്ട്. ഓക്കെ, ശ്രീരേഖ എന്തായാലും പോകും. ബാക്കി നമുക്ക് ആരെങ്കിലും ഒരാൾ പോകേണ്ടി വരും. അങ്ങനെ പറഞ്ഞു വിടുകയെന്നുണ്ടെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വീട് നിറച്ച ആളായി 10ാമത്തെ ആഴ്ചയായി. ഇനി എന്താണ് ഇതിനൊക്കെ പറഞ്ഞു വിടുന്നത്? ഇതെന്തോ ഇത്? ഇനി ഗസ്റ്റുകളൊന്നും വരുന്നില്ലേ? ആക്ച്വലി ഈ സീസണാണ് വേഴ്സ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പോലുമുള്ള കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് ഇല്ലാത്ത ആളുകൾ, ഇത്രയും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പെരുമാറുന്ന ആളുകൾ. 1ാമത്തെ ആഴ്ച നടന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴും എടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. അതിൽ ഋഷി അപ്സര ഒരു ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇതൊരു തീരുമാനമായിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസൺ അടിയുണ്ടാവും സോൾവ് ചെയ്യും. അതായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഒരടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അടിയുടെ പുറയാണ്. പിന്നെ അത് ചിലപ്പം 100ാമത്തെ ദിവസം അടിയെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ ലാലേട്ടൻ്റെ സ്ഥിരം ക്ലീശേ സാധനങ്ങൾ, ഗെയിം കൊടുക്കുന്നു, കവിത വായിക്കണം, ഡാൻസ് കളിക്കണം, ആ സംഭവങ്ങളൊക്കെ വട്ടവർ. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. നമുക്ക് നല്ല കോറുള്ള സാധനങ്ങളെ പറ്റിയാണ് പറയേണ്ടത്. അപ്പം ഇന്ന് റസ്മിനായിരുന്നു സ്റ്റാർ. എന്തിനും റസ്മിൻ.
പിന്നെ ജാസ്മിനോട് ഇന്ന് ലാലേട്ടൻ ചോദിച്ചു, ജാസ്മിൻ ഹാപ്പിയാണോ? ഇല്ല ലാലേട്ടാ, ഞാൻ ഹാപ്പിയല്ല. എന്താണ് ഹാപ്പി അല്ലാതെ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അതായത് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് ഗബ്രി സീക്രട്ട് റൂമിലാണ്, ഗബ്രി തിരിച്ചു വരും എന്നാണ് കുട്ടി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് ബോധമില്ലാത്തതാണോ അകത്തിരിക്കുന്നവർ പറഞ്ഞു കൊടുക്കാത്തതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇത്രയും വീക്കായിട്ടൊരു കണ്ടസ്റ്റൻറ്റിന് ഫസ്റ്റ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലേ? ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ജിൻഡൊക്കെ പഠിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ ആവട്ടെ. ഇനി നാളെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടല്ലോ. നാളെ ഇനി എന്തൊക്കെയാണ് അവിടെ? നാളെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും കാര്യങ്ങളൊന്നുമില്ലല്ലേ? അതൊരു സീനാണ്. പിന്നെ മറ്റേ ഡയമണ്ടിൻ്റെ കാര്യത്തെ പറ്റി നാളെ സംസാരിക്കും. ഡയമണ്ട് എങ്ങനെയാണ് അതിൻ്റെ പരിപാടികളെന്നൊക്കെ നാളെ സംസാരിക്കും. നാളെ ഒരു എവിക്ഷൻ കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡ് തീരും. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബോറിംഗ് ഇല്ലാതെ പോയി. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്, ഹോട്ടൽ ടാസ്ക് ഉണ്ടായതുകൊണ്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഗസ്റ്റുകളൊക്കെ ഒന്ന് സംസാരിച്ച് അതങ്ങ് പോയി. പിന്നെ ഈ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ടപ്പോഴത്തേക്ക് 1 മണിക്കൂർ പോയി. പിന്നെ ഒരു പാട്ടും ഡാൻസും കഴിഞ്ഞു. എവിക്ഷനും ആയപ്പോഴത്തേക്ക് പരിപാടി ചേർന്നു. അങ്ങനെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ സീസണിലൊരു ആവശ്യത്തിന് കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ എപ്പിസോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.